കുട്ടിക്കാലത്ത് പിതാവ് നഷ്ടപ്പെട്ട ഉമൈർ ഇബ്നു സഅദ് ദാരിദ്ര്യത്തിൻ്റെ നിത്യയാതനകൾ അനുഭവിച്ചു. ദാരിദ്ര്യത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ പിതാവ് ഈ ലോകം വെടിഞ്ഞത്. പക്ഷേ വൈകാതെ മാതാവ് ഔസ് ഗോത്രത്തിലെ പണക്കാരനായ ജുലാസ് ഇബ്നു സുവൈദുമായി പുനർവിവാഹത്തിലേർപ്പെട്ടപ്പോൾ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കഷ്ടപ്പാടുകൾക്ക് അറുതി വന്നു. സ്വന്തം മകനെപ്പോലെ ജുലാസ് സ്നേഹിക്കുകയും താലോലിച്ചു വളർത്തുകയും ചെയ്തതിനാൽ പിതാവിൻ്റെ അഭാവം അദ്ദേഹത്തിന് അനുഭവപ്പെട്ടില്ല. ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 10 വയസ്സിലധികം പ്രായമുണ്ടായിരുന്നില്ല. സത്യവിശ്വാസവും ഇസ്ലാമിക ആദർശങ്ങളും ആ ബാലഹൃദയത്തിൽ തഴച്ചു വളർന്നു. ചെറുപ്പമാണെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ നമസ്കരിക്കാൻ കൃത്യമായി അദ്ദേഹം പള്ളിയിലെത്താറുണ്ട്. ചിലപ്പോൾ തനിച്ച്, ചിലപ്പോൾ വളർത്തു പിതാവിൻ്റെ കൂടെ. ആ കാഴ്ച മാതാവ് കൗതുകത്തോടെ നോക്കി നിൽക്കും. ശാന്തവും സുഖകരവുമായിരുന്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം. അലട്ടലോ ഉണ്ടായിരുന്നില്ല. ആ ഇടക്കാണ് ഒരു കടുത്ത പരീക്ഷണത്തിന് അദ്ദേഹം പാത്രമായത്. ആ പ്രായത്തിൽ ഇത്തരമൊരു പരീക്ഷണം ആരും അഭിമുഖീകരിച്ച് കാണില്ല. ഹിജ്റ 9-ാം വർഷം റോമക്കാരുമായി തബൂക്കിൽ ഏറ്റുമുട്ടാനുള്ള തൻ്റെ തീരുമാനം പ്രവാചകൻ പ്രഖ്യാപിക്കുകയും അതിന് തയ്യാറാവാൻ സത്യവിശ്വാസികൾക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഒരു യുദ്ധത്തിന് തീരുമാനിച്ചാൽ പോകേണ്ട സ്ഥലം സാധാരണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്താറില്ല. മറ്റേതെങ്കിലും സ്ഥലത്തെ കാണുന്ന സൂചനയാണ് നൽകാറ്. എന്നാൽ പതിവിന് വിരുദ്ധമായി തബൂക്ക് യുദ്ധത്തിൽ ലക്ഷ്യസ്ഥാനം മുൻകൂട്ടി പരസ്യപ്പെടുത്തി. ദീർഘയാത്രയും കഷ്ടപ്പാടുകളും അനിവാര്യമായിരുന്നതും ശത്രുക്കൾ പ്രബലമായിരുന്നതായിരുന്നു ഇതിന് കാരണം. ലക്ഷ്യം മുൻകൂട്ടി അറിഞ്ഞ് യുക്തമായ സജ്ജീകരണങ്ങൾ ചെയ്തു കൊള്ളട്ടെ എന്ന് പ്രവാചകൻ കരുതി. ഉഷ്ണകാലം ആരംഭിച്ച സമയമായിരുന്നു അത്. കായ്ക്കനികൾ പഴുത്തു നിൽക്കുന്ന കാലം. ചൂടിൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇക്കാലത്ത് ആളുകൾ തണലുകളെ അഭയം പ്രാപിക്കുക പതിവാണ്. എങ്ങും മാന്യവും അലസതയും കാണാം. എന്നാൽ ഈ പ്രതികൂലാവസ്ഥ വകവെക്കാതെ പ്രവാചകന്റെ കൽപ്പന മാനിച്ച് സത്യവിശ്വാസികൾ യുദ്ധസന്നാഹങ്ങളിൽ മുഴുകി. ഒരു വിഭാഗം കപടവിശ്വാസികൾ മാത്രമാണ് ഇതിൽ നിന്ന് വിട്ടുനിന്നത്. സത്യവിശ്വാസികളുടെ ആത്മവീര്യം കെടുത്തുന്ന പ്രചരണങ്ങളിൽ അവർ ഏർപ്പെടുകയും പ്രവാചകനെ വിമർശിക്കുകയും രഹസ്യയോഗങ്ങൾ ചേർന്ന് ഇസ്ലാമിന് നിരക്കാത്ത രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. യുദ്ധസന്നാഹങ്ങളിൽ സത്യവിശ്വാസികൾ കാണിക്കുന്ന ആവേശവും ത്യാഗസന്നദ്ധതയും ഉമൈർ ഇബ്നു സഅദിനെ കോരിത്തരിപ്പിച്ചു. മുഹാജിറുകളിലും അൻസ്വാറുകളിലും പെട്ട സ്ത്രീകൾ പ്രവാചകന്റെ സന്നിധിയിൽ വന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് വിനിയോഗിക്കാൻ തങ്ങളുടെ ആഭരണങ്ങൾ സംഭാവന ചെയ്യുന്നത് ആ ബാലൻ കണ്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 1000 സ്വർണ്ണ നാണ്യങ്ങളുള്ള ഒരു സഞ്ചിയാണ് പ്രവാചകനെ ഏൽപ്പിച്ചത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് 200 ഊക്കിയ തൂക്കം വരുന്ന സ്വർണ്ണക്കട്ടികൾ ചുമലിലേറ്റി കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ ചെരിഞ്ഞു. ഒരാൾ തൻ്റെ ശയ്യ വിൽപ്പനക്ക് വെച്ചതും ഉമൈർ കണ്ടു. അത് വിറ്റ് കിട്ടുന്ന സംഖ്യ കൊണ്ടൊരു വാള് വാങ്ങി പുണ്യയുദ്ധത്തിൽ പങ്കെടുക്കണമെന്നായിരുന്നു ആ സ്വഹാബിയുടെ മോഹം. വികാര തരളിതമായ ഈ രംഗങ്ങൾ അയവിറക്കിയ ഉമൈർ തൻ്റെ വളർത്തു പിതാവായ ജുലാസിൻ്റെ അലംഭാവത്തിൽ വിസ്മയം പൂണ്ടു. കഴിവും സാമ്പത്തിക ശേഷിയുമുള്ള അയാൾ എന്തുകൊണ്ട് തിരുമേനിയോടൊപ്പം പുറപ്പെടാൻ സന്നാഹം ചെയ്യുന്നില്ല? ജുലാസിനെ പ്രേരിപ്പിക്കണം ഉദ്ദേശത്തോടെ താൻ കണ്ട ആവേശകരങ്ങളായ കാഴ്ചകൾ അദ്ദേഹം അയാളെ വിവരിച്ച് കേൾപ്പിച്ചു. തങ്ങളെ സൈന്യത്തിൽ ചേർക്കണമെന്ന് ചിലർ വന്ന് നബിയോട് ആവശ്യപ്പെട്ടതും അവരുടെ പക്കൽ യാത്രാവാഹനങ്ങളില്ലെന്ന കാരണത്താൽ പ്രവാചകൻ അവരെ മടക്കി അയച്ചതും തങ്ങളുടെ അഭിലാഷം നിറവേറ്റാൻ സാമ്പത്തിക ശേഷി ഉണ്ടായില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട് തുളുമ്പുന്ന കണ്ണുകളോടെ സ്ഥലം വിട്ടതുമായ രംഗങ്ങളും അദ്ദേഹം ജുലാസിന് വിവരിച്ചു കൊടുത്തു. ഇതെല്ലാം നിർവികാരനായി കേട്ടുകൊണ്ടിരുന്ന ജുലാസ് പറഞ്ഞ മറുപടി ഉമൈറിനെ സ്തബ്ധനാക്കി. പ്രവാചകനാണെന്ന മുഹമ്മദിൻ്റെ വാദം ശരിയാണെങ്കിൽ നമ്മളൊക്കെ കഴുതകളേക്കാൾ മോശക്കാരാണ്. ഉമൈറിന് അത്ഭുതം തോന്നി. ജുലാസിനെ പോലെ ബുദ്ധിയും പ്രായവുമുള്ള ഒരാൾ ഇസ്ലാമിൽ നിന്ന് തലക്ഷണം പുറത്തു പോകുന്ന ഇത്തരം അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ലാത്തതാണ്. താൻ എന്ത് നിലപാട് സ്വീകരിക്കണം? ഉമൈറിൻ്റെ ബാലമസ്തിഷ്കം പ്രവർത്തിച്ചു തുടങ്ങി. ജുലാസിൻ്റെ ഗുരുതരമായ അഭിപ്രായ പ്രകടനം മൂടിവെക്കുന്നത് അള്ളാഹുവിനോടും പ്രവാചകനോടും കാണിക്കുന്ന വഞ്ചനയായിരിക്കും. കപടവിശ്വാസികൾ ഇസ്ലാമിനെതിരിൽ ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പരസ്യമാക്കിയാൽ തന്നെ പിതാവിന് തുല്യം ഓമനിച്ചു വളർത്തുന്ന വ്യക്തിയോട് കാണിക്കുന്ന നന്ദികേടും. പക്ഷേ രണ്ടിലൊരു നിലപാട് സ്വീകരിക്കാതെ തരമില്ലല്ലോ. അദ്ദേഹം ജുലാസിനോട് പറഞ്ഞു, മുഹമ്മദ് നബിക്ക് ശേഷം ഞാൻ ലോകത്ത് അധികം സ്നേഹിക്കുന്നത് അങ്ങയെയാണ്. അങ്ങ് ചെയ്ത സഹായങ്ങൾ ഒരു കാലത്ത് ഞാൻ മറക്കുകയില്ല. താങ്കൾ പ്രകടിപ്പിച്ച അഭിപ്രായം ഞാൻ പുറത്തു പറഞ്ഞാൽ
താങ്കൾക്ക് എന്നോട് വിരോധമാവും. പറയാതിരുന്നാൽ വിശ്വാസവഞ്ചനയും. അതുവഴി ഞാനും എൻ്റെ മതവിശ്വാസവും തകരും. അതുകൊണ്ട് അങ്ങയുടെ വാക്കുകൾ തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതിരിക്കാൻ നിവൃത്തിയില്ല. പ്രവാചകനോട് പറയേണ്ട സമാധാനം അങ്ങ് കണ്ടുവെക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ചെന്ന് ജുലാസ് പറഞ്ഞ വാക്കുകൾ അതേപടി പ്രവാചകനെ കേൾപ്പിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമേറിനെ അവിടെ തന്നെ നിർത്തി ജുലാസിനെ കൂട്ടിക്കൊണ്ടുവരാൻ ആളെ വിട്ടു. അല്പം കഴിഞ്ഞ് അയാൾ എത്തി. സലാം ചൊല്ലി തിരുമുമ്പിൽ ഇരുന്നപ്പോൾ പ്രവാചകൻ അയാളോട് ചോദിച്ചു, ഉമേർ ഇബ്നു സഅദ് കേൾക്കെ താങ്കൾ പറഞ്ഞതെന്താണ്? ആ വാക്കുകൾ തിരുമേനി അയാളെ കേൾപ്പിച്ചു. ജുലാസിൻ്റെ മറുപടി, അള്ളാഹുവിൻ്റെ ദൂതരെ, അവൻ പച്ചക്കള്ളമാണ് പറയുന്നത്. ഞാൻ അത്തരത്തിൽ ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. സ്വഹാബികൾ മുഖം വായിക്കുന്ന മട്ടിൽ ജുലാസിനെയും ഉമറിനെയും മാറി മാറി നോക്കി. ഈ സമയം ഹൃദയത്തിൽ കാപട്യമുള്ള ഒരാൾ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, ഉപകാരം ചെയ്തവനെ ഉപദ്രവിക്കുന്ന ദ്രോഹിയായ ഒരു ബാലൻ. മറ്റുള്ളവർ ഇതിനോട് യോജിച്ചില്ല. ദൈവാനുസരണത്തിൽ വളർന്ന കുട്ടിയാണവൻ. അവൻ്റെ മുഖം സത്യസന്ധതയും നിഷ്കളങ്കതയും വിളിച്ചോതുന്നുണ്ട് എന്നായിരുന്നു അവരുടെ അഭിപ്രായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമേറിനെ നോക്കി. ആ മുഖം ചുവന്നിരുന്നു. കണ്ണീർ ചാലിട്ട് ഒഴുകുന്നുണ്ട്. അള്ളാഹുവേ, എൻ്റെ സത്യാവസ്ഥക്ക് ഒരു തെളിവ് നിന്റെ പ്രവാചകൻ ഇറക്കിയാലും. ആ ബാലൻ ഗദ്ഗദത്തോടെ പ്രാർത്ഥിച്ചു. ഇത് കേട്ട് ജുലാസ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, ഞാൻ അങ്ങയോട് പറഞ്ഞതാണ് ശരി. വേണമെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ സത്യം ചെയ്യാം. ഞാനിതാ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു, ഉമേർ അങ്ങയോട് ബോധിപ്പിച്ച രീതിയിൽ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അടുത്തത് ഉമേറിൻ്റെ ഊഴമായിരുന്നു. എല്ലാ കണ്ണുകളും അദ്ദേഹത്തിൻ്റെ നേർക്ക് തിരിയാൻ തുടങ്ങിയപ്പോഴേക്കും പ്രവാചകന് മയക്കം അനുഭവപ്പെട്ടു. വഹ്യ് വരുന്നതിൻ്റെ ലക്ഷണമാണ് അതെന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ നിശബ്ദരായി പ്രവാചകനെ നോക്കി ചെവി കൂർപ്പിച്ചിരുന്നു. ജുലാസ് പേടിച്ച് വിളർത്തു. ഉമേറിൽ ആശ്വാസവും അഭിവാജ്ഞയും സമാധാനവും പ്രകടമായി. നിമിഷങ്ങൾക്കകം പ്രവാചകൻ മയക്കമുണർന്ന് താഴെ വിവരിക്കുന്ന അർത്ഥത്തിലുള്ള ഖുർആൻ വചനം ഓതി കേൾപ്പിച്ചു. തങ്ങൾ പറഞ്ഞില്ലെന്ന് അവർ അള്ളാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യുന്നു. അവിശ്വാസത്തിൻ്റെ വാക്ക് അവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാം സ്വീകരിച്ച ശേഷം അവിശ്വസിച്ചു. പശ്ചാത്തപിച്ചാൽ അവർക്ക് നല്ലത്. അവർ വൈമുഖ്യം കാണിച്ചാൽ അള്ളാഹു അവർക്ക് നോവുറ്റ ശിക്ഷ കൊടുക്കും. ഈ ദൈവവചനം കേട്ട് ജുലാസ് വിറച്ചു. ഭയാധിക്യത്താൽ കുറേ നേരത്തേക്ക് നാവനക്കാൻ കഴിഞ്ഞില്ല. അനന്തരം പ്രവാചകനോടായി അദ്ദേഹം അറിയിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ പശ്ചാത്തപിക്കുന്നു. ഉമേർ പറഞ്ഞത് സത്യമാണ്. ഞാനാണ് കളവ് പറഞ്ഞത്. എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അവിടുന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലും എൻ്റെ ജീവൻ ഞാൻ അങ്ങക്ക് തരാം. ഈ സമയം കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്ന ഉമേർ ഇബ്നു സഅദിൻ്റെ നേരെ തിരിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ചെവി സ്നേഹപൂർവ്വം പിടിച്ചുകൊണ്ട് പ്രവാചകൻ അരുളി, കുട്ടി, നിന്റെ കാത് അതിൻ്റെ ധർമ്മം നിറവേറ്റി. നിന്റെ നാഥൻ നിന്നെ ശരിവെച്ചു. ഈ സംഭവത്തിന് ശേഷം മനഃപരിവർത്തനം വന്ന ജുലാസ് ഇസ്ലാമിലേക്ക് തിരിച്ചു വന്ന് യഥാർത്ഥ അനുയായിയായി ജീവിച്ചു. ഉമേറിനെ പൂർവോപരി അദ്ദേഹം സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്തു. ഉമേറിനെ പരാമർശിക്കുമ്പോഴൊക്കെ അദ്ദേഹം ഇപ്രകാരം പറയാറുണ്ടായിരുന്നു, അള്ളാഹു അവന് പ്രതിഫലം നൽകട്ടെ. എന്നെ കുഫറിൽ നിന്ന് രക്ഷിച്ചതും നരകത്തിൽ നിന്ന് മോചിപ്പിച്ചതും അവനാണ്.